നൈറ്റ്മെയർ ഫോർ ബോയ്സ്. എന്തോ ഞാനിപ്പോ കണ്ടേ നമ്മളെന്തിപ്പോ കണ്ടേ? മേലെ വരിക്കണം എനിക്ക്. രണ്ടും ഉറക്കം പോയെന്ന്. അണ്ണാ ഞാൻ ഇത് NFS ഈ ഗെയിമിൽ ചെയ്ത ഡിസൈൻ ആണ്. എല്ലാവർക്കും BMW ചെയ്യുന്ന നേരം ഞാൻ ചേഞ്ച് ആക്കാന്ന് കരുതി. ഇൻസ്റ്റ ഐഡി ആർട്ടിഫിക്സ് ജസ്റ്റ് ഫിക്സ് അവർ ഡിസൈൻ. ജിറ്റിക്കകത്ത് കാണുന്ന പോലെ തന്നെ ഉണ്ട്. NFS ഹീറ്റ് കൊള്ള സൂപ്പർ സാധനം. വീട്ടിലേക്ക് കേറി വേഗം, വീട്ടിലേക്ക് കേറി വേഗം, വീട്ടിലേക്ക് കേറി വേഗം, വീട്ടിലേക്ക് കേറി വേഗം. പിന്നെ കളിച്ചില്ലടാ, ഞാൻ കേറിയില്ല ഇതുവരെ. നോക്കട്ടെ. വീട്ടിലേക്ക് കേറി വേഗം, വീട്ടിലേക്ക് കേറി വേഗം, വീട്ടിലേക്ക് കേറി വേഗം, റൂമിലേക്ക് കേറി വേഗം, റൂമിലേക്ക് കേറി വേഗം, റൂമിലേക്ക് കേറി വേഗം. ഇത് വോയിസ് കുനിയാൻ മറക്കല്ലേ, കുനിയാൻ മറക്കല്ലേ. ഇത് എല്ലാം എടാ നോക്ക്, വേറെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവൻ എന്നിട്ട് മറ്റേ വരുന്ന സാധനങ്ങൾ മാത്രമായിട്ട് പ്ലേ ചെയ്ത് കേട്ടോ. കുനിയാൻ മറക്കല്ലേ. കുനിങ്ങിരിക്കേ, 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 കുനിങ്ങിരിക്കേ. കിടക്ക് 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 കിടക്ക്. ഞാൻ എന്താണ് കേക്കണേ? ഇത് BGMയിലെ വോയിസ് പാക്ക് അല്ലേ ഇത്? ഒച്ചണ്ടാക്കല്ലേ, ഒച്ചണ്ടാക്കല്ലേ, ഒച്ചണ്ടാക്കല്ലേ. അനങ്ങല്ലേ, 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 അനങ്ങല്ലേ. എടാ ഇതൊരു സൈക്കോട വോയിസ് വെച്ച് ഒരു സാധനം ഉണ്ടാക്കാനുള്ള എല്ലാം ഉണ്ടല്ലേ. നോക്ക്, അത്രേ ഉള്ളൂ. ഏതാ കളി, അത്രേ ഉള്ളൂ. ഏതാ കളി. സർട്ടിഫിക്കറ്റ് വോയിസ്. എന്റെ പൊന്നോ സീയും കളി, എന്റെ പൊന്നോ സീയും കളി. വിശേഷമാണ് കേട്ടോ. കൊള്ളാം കൊള്ളാം. അയ്യോ VR is getting out of hand. നൈസായിരിക്കുമല്ലേ ഇങ്ങനെയൊക്കെ കളിക്കാൻ. ഇവിടെ വിഷയം സാധനം കൊള്ളാം കേട്ടാ. സെറ്റാ. വിഷയം കളയാ എല്ലായിടത്തും വളക്കണം. ഇത് ഇറ്റാച്ചി ആയിരുന്നു. ഇറ്റാച്ചി ഗോൾ വിളിച്ച് കളിച്ചേ.
നല്ലൊരു അഡീഷനാണ് എന്തുകൊണ്ട്. ഇന്ന് എനിക്ക് സങ്കടമുള്ള ദിവസമാണ്. കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് വണ്ടിയുമായി പോയ അർജുൻ മണ്ണിടിച്ചിലിൽ കാണാതായി. എന്റെ അച്ഛനും ഡ്രൈവറാണ്, ദൈവം കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയെങ്കിലും പറയാൻ തോന്നിയല്ലോടാ, സത്യം. ആ കുഞ്ഞുഞ്ഞിന് അങ്ങനെയെങ്കിലും പറയാൻ തോന്നിയല്ലോ, സത്യം പറയാലോ. He is my friend. If you like this song, please appreciate. തുളുമ്പും ഹൃദന്തം തിരനുറയുമ്പോ തുളുമ്പും ഹൃദന്തം തിരനുറയുമ്പോ വിടുമ്പും നിൻ സ്പർശമണയാതാകുമ്പോ. കൊള്ളാം ബ്രോ, കൊള്ളാം കൊള്ളാം, നൈസ്, കൊള്ളാം. റൊമാൻറ്റിക് സ്നേഹം. ഓ അതിന് അത് പിന്നെ ഞാൻ ഇവനും ഇങ്ങനെ ആയോ? കേട്ടോ എനിക്കറിയത്തില്ല നിങ്ങളുടെ സൗകര്യം എന്നോടൊരു പ്രശ്നം ഇപ്പൊ ഒന്നും പറയണ്ട. പറഞ്ഞ എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സ്നൈപ്പ് ഇപ്പൊ RP പ്ലെയർ ആണ്. നിങ്ങളൊക്കെ ഇവരെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മുടെ TV-ക്ക് ഓപ്പോസിറ്റ് ആയിരുന്നപ്പോ സ്നൈപ്പ്, ഇറ്റാച്ചി, ഇവരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈഗിൾ ബ്രോ ഓവർസീസ് റിലീസ് ഉണ്ട്, ചോദിച്ചില്ല. ടുമോറോ റിലീസ്. ഓ എടാ, ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയടാ. ഇത് എന്തായാലും കാണാൻ പോകണം, എനിക്ക് എന്തായാലും കാണാൻ പോകണം. എന്നാണ്? നാളെയാണോ? ഇന്നിത്ര, ഇന്നിപ്പോ 25. നാളെയാണല്ലേ റിലീസ്? എന്തായാലും കാണാൻ പോകണം ഗൈസ്. ഞാൻ പറയാം, ദേവദൂതൻ കണ്ടിട്ടില്ലാത്തവര് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. കിടിലം ഫിലിമാണ്, മസ്റ്റ് വാച്ച്. കണ്ടിട്ടില്ലാത്തവര് തിയേറ്ററിൽ പോയി കാണണം. കണ്ടവരും കാണണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് 4K കാണാൻ എനിക്കും ഒരു കൊതിയൊക്കെ. അപ്പോൾ ഗൈസ്, കാണാത്തവര് ദയവ് ചെയ്ത് പോയി കാണണം. നിങ്ങളൊരു നല്ല ഫിലിം മിസ് ചെയ്യും. കാണാത്തവര് പോയി കാണണം. കിടിലം ഫിലിമാണ്. ഓക്കെ, എന്താ ഇപ്പൊ പണ്ട് ഇത് നോക്ക്. എന്റെ പൊന്നോ, ഇച്ചാതി സാധനം. എടാ കിടിലൂടെ, കിടിലം, സത്യം കിടിലം, ഒന്നും പറയില്ല കേട്ടോ. കിടിലം സാധനം. ഇങ്ങനത്തെ കിഡ്സ് നൗ You are my it's just an ad. 90s and 2000. pumpkin. Hello, honey bunny. എയർടെലിന്റെ അല്ലടാ ഇത്. You my pumping, hello honey bunny. Hello, honey bunny, hearing something. Hello ഐഡിയ ആണോ എയർടെൽ? ഏതിന്റെ ആണെന്ന് ഇത്? ഐഡിയ. ഡൊക്കോമോ ആണോ? അല്ല, ഏതാന്ന് മനസ്സിലായില്ലേ? honey bunny. I am your dumpling. Feeling something. Money, noy, honey bunny. Hello, honey Bunny. Toko. क्या गाना है? कहाँ सुना? You're my pumpkin. ഐഡിയ. Hello, honey bunny. I'm your. Hello.
You my pumpkin. You my pumpkin. Hello honey bunny. आइडिया है तो फोन विल रिंग You're my pumpkin. कश्मीर से कन्याकुमारी तक फोन विल रिंग Dumpling. Hello, honey bunny. Feeling something. Hello, honey bunny. Toco. What a network. Ring. Hello, honey bunny. ഇതിന്റെ ഒന്നും പരസ്യമില്ലല്ലേ? ക്യാമ്പയിനൊക്കെ ആയിരുന്നല്ലേ? അതെ IPL-ന്റെ ഓരോ ബ്രേക്കിന്റെ ഇടയ്ക്ക് മറ്റേ വോഡഫോണിന്റെ ഒക്കെ പണ്ടത്തെ ഓർമ്മയുണ്ടോ? വോഡഫോൺ മറ്റേ വെള്ള കളർ മുട്ടകൾ വരുന്നേ, മറ്റേ വെള്ള കളർ മുട്ട, അതൊക്കെ ഓർമ്മയുണ്ടോ? അത് ഓർമ്മയില്ല? ആഡ് എടാ, ആനിമേറ്റഡ് വെള്ള കളറുള്ള കുറെ മനുഷ്യന്മാര് ബാബു, അത് കണ്ടിട്ടില്ലേ? സൂസു, ആ സാധനം, അതൊക്കെ ഓർമ്മയില്ലേ? എന്റെ അമ്മ, എനിക്ക് ഓർമ്മയുണ്ട്. മറ്റേ മുട്ട ഇതിലേക്ക് പെണ്ണും ആണുമായിട്ടുള്ള ക്യാരക്ടർ പോലെയൊക്കെ അത് നൈസ് സീരീസ് ആയിരുന്നു അതൊക്കെ. നൈസ് സീനാണ്. എടാ, നീ ഇൻട്രോവേർട്ട് ഒന്ന് കേട്ടിട്ടുണ്ടോ? ഇൻട്രോവേർട്ട് സത്യം, ഇതുപോലെ ഇങ്ങനെ എങ്ങനെ ഈ സിനിമയിൽ സത്യമല്ലേ? അണ്ണാ തമിഴ്നാട് സീൻ എന്തായി? തമിഴ്നാട് സീൻ തമിഴ്നാട് എന്റെ അടുത്ത് ഒരുത്തം വന്നു. ഇത് ഞാൻ അവനോട് കളിച്ചോണ്ടിരിക്കുമ്പോ ഈ സീൻ നടക്കണ കേട്ടാ. പുറത്ത നാൾ ഇത് തന്നെയായിരുന്നു അവന്റെ ലൈവില്. തമിഴ്നാട് മുല്ലപ്പെരിയാറിനെ പറഞ്ഞതെന്ന് പറഞ്ഞ് ഒറ്റ ഇടി കൊടുത്തു തമിഴൻ എന്റെ അടുത്ത്. മറ്റേ വീഡിയോന്റെ കാര്യം ചോദിച്ചു, ഒറ്റ ഇടി. അവൻ കുണ്ണയം പിറക്കി മറ്റേ പാണ്ടിക്കാരൻ, മറ്റേ അവൻ വന്നതെന്ന് അറിയാം, എന്നെ മറ്റേ പണിയാനാ വന്നത്. അവന്റെ പാണ്ടിക്കാരൻ മറ്റേ പുസ്തകം അത് ഇതെന്ന് പറഞ്ഞിട്ട് വന്നു കേട്ടാ. എന്നിട്ട് ഇവനിങ്ങനെ പറഞ്ഞു, മൊബൈലിൽ നോക്കി മറ്റേ മുല്ലപ്പെരിയാറിന്റെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. ഞാൻ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പൊ തന്നെ ഓടിപ്പോയി ടൂൾ എടുത്തിട്ട് ഒറ്റ കീറ് കൊടുത്തു. ആ കിട്ടിയില്ല വേണ്ടേ, അവൻ ഒഴുകി മാറി. അപ്പൊ തന്നെ ഒരു ചവിട്ട് കൊടുത്തു. അവൻ കിട്ടി ഇങ്ങോട്ട് ഓടിയിടാ. ഇല്ല കൊടുത്തേണ്ടി ഞാൻ 1000 അവൻ പണിയാൻ വന്ന എനിക്കട്ടെ. പക്ഷെ നമ്മളിതൊക്കെ എത്ര കണ്ടത് ബ്രോ. അയാം ഓക്കേടാ, വിശ്വസിച്ചു. വീഡിയോ മിസ്ഡ് വന്നോ? ഇല്ല, ഞാൻ ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ അറിഞ്ഞോണ്ട് സ്കിപ്പ് ചെയ്തതാ. ഇങ്ങനത്തെ സാധനം എന്തിനാണ്? കൺഗ്രാറ്റ്സ് ഫോർ 600K. താങ്ക് യു സോ മച്ച് മെയ്ബോൺ. താങ്ക് യു സോ മച്ച്. ബാബു ചോദിച്ചാണ് ഈ മീശ എങ്ങനെ വന്നു? മീശ എങ്ങനെ? അത് അത് എടുത്ത് കടിച്ചു തോന്നല്ലേ? മീശ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറിച്ചിരിക്കുന്നല്ലേ? അത് ഞാൻ ആക്ച്വലി അന്ന് രാവിലെ ഷേവ് ചെയ്യാൻ മറന്നു. ഞാനെല്ലാം ഞാനല്ലേ കൊള്ളാം. ഷേവ് ചെയ്യണ്ടേ? കൊള്ളാം കേട്ടോ ബ്രോ. ഇത് എന്റെ ബ്രദർ വരച്ചതാണ്. സിന്ധു _ എടേ ബ്രോ, അത് എന്ത് സാധനം അത്? ഇത് നോക്ക് നിങ്ങൾ, അതിന്റെ പെർഫെക്ഷൻ നോക്ക്, എന്ത് രസം നോക്ക്. ലൈറ്റിങ്ങും ഷാഡോയും ഇജാതി ഡീറ്റെയിലിംഗ് ബ്രോ, ഒരു രക്ഷയില്ല. ഡാം ടാലന്റഡ്. പറയല്ലേ 2-3 ദിവസം പോവും. അണ്ണ ഞാൻ വരച്ചതാണ്, എങ്ങനെയുണ്ടെന്ന് പറയാമോ? നോക്കട്ടെ. അടിപൊളിയാടാ. ഈ വരച്ച ഫോട്ടോസ് എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് സ്വന്തം ഫോട്ടോ ഏറ്റവും കൂടുതൽ വരച്ച് കീപ്പ് ചെയ്യുന്ന ആളെന്നുള്ള ഗിന്നസ് റെക്കോർഡ് നമുക്ക് ട്രൈ ചെയ്താലോ? ഇഷ്ടം പോലെ ഉണ്ട്. എന്റെ ഇഷ്ടം പോലെ ട്രൈ ചെയ്താലോ? സ്വന്തം ഫോട്ടോ ഏറ്റവും കൂടുതൽ പെൻസിൽ ആർട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്താലോ നമുക്ക്? ബ്രോ ഈ ഫോട്ടോ എനിക്കൊന്ന് വീട്ടില് കൊറിയർ അയച്ചു കൊടുക്കണേ. വിനീതിനെ കോണ്ടാക്ട് ചെയ്താൽ മതി, അവൻ മേടിച്ചോളും. ഓക്കെ സെറ്റ് ബാബു, അത് നമുക്ക് സെറ്റ് ആക്കാം. അണ്ണാ ഫുൾ നോക്കണേന്നോ?
जमता गिरता ज्यादा कम संभलता फिर भी न कोई शक ना शुबा निकलेगा फिर से सूरज जो डूबा हैरत हो सबको ऐसा जुबा है मेरा जहां എന്താ അത്? പക്ഷെ പറഞ്ഞതിലൊരു സത്യമുണ്ട്. എന്ത് മനസ്സിലായില്ല നിങ്ങൾക്ക് ഇത് മനസ്സിലാവാത്തോണ്ടാണ്. നീ ഇത് ശരിക്കും എന്ത് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ? കഷ്ടപ്പെട്ട് നമ്മളൊരു കോടീശ്വരനാവുമ്പം നമ്മളെ വാർദ്ധക്യം ബാധിക്കും എന്നാണ് ആ ഹിന്ദിക്കാരനായ കണ്ടന്റ് ക്രിയേറ്റർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്രയ്ക്കൊക്കെ ഉണ്ടോ ഇതില്? അത്രയ്ക്കുണ്ട്. ഉണ്ട്. അവൻ വിചാരിക്കും അവനെല്ലാരും ബഹുമാനിക്കുന്നത് അവന്റെ ചെറുപ്രായത്തിലാണെന്ന്. അപ്പൊ പിന്നീട് ഇങ്ങനെ പോയി ലാസ്റ്റ് അവിടുത്തെ കണ്ണാടി നോക്കുമ്പോഴാണ് മനസ്സിലായത് ശരിക്കും എനിക്ക് വാർദ്ധക്യം ബാധിച്ചതിന്റെ ബഹുമാനമാണ്. എന്നിട്ട് ഇപ്പോഴും ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. ബാബുസേ, we are getting old. അതാണോ അതിന്റെ ഇത്? അതായത് അല്ല വി ആർ ഗെറ്റിംഗ് അല്ല, നമ്മള് അതല്ല അത്. കൺവേർട്ടർ ബാബു ഇപ്പൊ അതിന്റെ എന്തെങ്കിലുമൊക്കെ കാലമാണല്ലോ പറയട്ടെ. bro. ഇപ്പൊ അതിന്റെ കാലമാണല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജീവിക്കണം. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താലേ ജീവിക്കാൻ പറ്റും. സത്യം കുറച്ച് ഇതുപോലെ എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങളെല്ലാം കണ്ടിട്ടിരുന്നല്ലോ. അയ്യോ ഞാനിപ്പോ ഇന്ന് ഇത്ര ഞാൻ ഡിസ്കോഡ് ഒക്കെ നോക്കണില്ല കൈസ്, ഇന്ന് ഇത്ര നോക്കുന്നുള്ളൂ. എടാ എപ്പോഴാ നിങ്ങൾ